ഓ ഇത് കണ്ടിട്ട് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഉണ്ടോ, മേളിൽ നമ്മൾ കണ്ടില്ലേ മറ്റേ യൂക്കാലി തടി കൊണ്ട്, അതുകൊണ്ട് 2 നില വീട് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. മൊത്തം കല്ലും ചെളിയാണ് കേട്ടോ, യൂക്കാലിയുടെ കമ്പുകളും. ഇവിടുന്ന് കാണുന്ന കാഴ്ച ഉണ്ടോ, എൻ്റെ പൊന്നോ. വെൽക്കം ബാക്ക് അഗൈൻ, ബിനു ആണേ. ആഹാ, ഞങ്ങളിപ്പം വട്ടവള തന്നെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടെ കൊട്ടക്കാമ്പൂര് ഒരു കാഴ്ചയുണ്ട്, അതായത് ചെറിയ തനി ഗ്രാമം വില്ലേജ് കാഴ്ച. അപ്പോൾ ആ കാഴ്ച കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കാന്തല്ലൂർ തന്നെ, അല്ല കാന്തല്ലൂർ വട്ടവള തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെയൊക്കെ കാഴ്ച എന്ന് പറഞ്ഞാൽ കൃഷിയിടങ്ങളും കുഞ്ഞു വീടുകൾ കേട്ടോ. പിന്നെ എല്ലാം ഉള്ള പറയാൻ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് തന്നെയല്ല, ഇവിടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇനി സമയം ഇപ്പോൾ ഏകദേശം വൈകുന്നേരം 4 മണി അടുത്തായി. അപ്പം ഇവിടെ ഒരു ചെറിയൊരു കൊച്ചു ഗ്രാമമുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചയും കൂടെയൊക്കെ നമ്മൾ കണ്ടു പോകുന്നുള്ളൂ. ശകലം നോയമ്പിലാണ്, അതാണ് താടിയും തീശയൊക്കെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഈ ഗ്രാമത്തിൻ്റെ ഭാഗത്തോട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് കേട്ടോ, ഇതൊരു സ്കൂളാണ്. സ്കൂളും പള്ളിയും കൂടിയാണ്. പിന്നെ അത് തന്നെയല്ല കേട്ടോ, താഴെ കൊണ്ടുണ്ടോ സ്കൂൾ കേട്ടോ. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ആയിട്ടുള്ള സ്കൂളുകളാണ്. ഗ്രാമത്തിൻ്റെ ആയിട്ടെന്ന് പറഞ്ഞാൽ CBSE ആണോ ഗവൺമെൻറ് സ്കൂളാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച വട്ടവളയുടെ ഒരു ഗ്രാമീണ സൗന്ദര്യമാണ് കേട്ടോ, കൃഷിയിടം. അപ്പോൾ ആ കാണുന്നൊരു മല ഉണ്ടോ, അപ്പോൾ അതിൻ്റെയൊക്കെ മേളിലൊക്കെ ഒരുപാട് ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പം അങ്ങോട്ടൊന്നും പോകുന്നില്ല, അങ്ങോട്ടൊക്കെ പോകുന്നത് നല്ല ദിവസങ്ങൾ പിടിക്കും. അപ്പോൾ അത് തന്നെയല്ല, അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ആ വെള്ളച്ചാട്ടത്തെ വെള്ളം കൊണ്ടാണ് ആ കൃഷിയിടങ്ങളെല്ലാം നനയ്ക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയൊരു മലയ്ക്ക് മുകളിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ വെള്ളമൊക്കെ എടുക്കുന്നത്, ഇത് കൃഷി ആവശ്യങ്ങൾക്കായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. നല്ല ശുദ്ധ ക്രിസ്റ്റൽ വാട്ടറാണ് കേട്ടോ. ഉണ്ടോ, നല്ല ക്രിസ്റ്റൽ വാട്ടറാണ്. ഇതും അങ്ങ് മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. ഈ വെള്ളം കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ ദാസപ്പൻ അവിടെ ഇരിപ്പുണ്ട്, ദാസപ്പൻ എടുത്തിട്ട് പോകാം. കാന്തല്ലൂർ ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ നമ്മൾ ഓടി വന്നു കേട്ടോ. ഓടി വന്നിട്ട് നമ്മൾ കാണാൻ പോകുന്നൊരു കാഴ്ച വേറൊരു ലെവലാണ്. പക്ഷേ അത് തന്നെയുമല്ല, ഇതിലെ ഈ റൂട്ടാണ് നമ്മുടെ കൊടൈക്കനാലായിട്ടുള്ള നേരത്തെ പഴയ റോഡ്. പക്ഷേ ഇതിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ഇതിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടത്തി വിടുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, ഇതൊരു ചെറിയൊരു വീടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഗ്രാമക്കാഴ്ചകളുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ അത് തന്നെയല്ല, നമുക്ക് ഇവിടുന്ന് ഒരു ശകലം മുന്നോട്ടൊന്ന് കയറി നോക്കിയിട്ട് വരാം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഒരു ക്ഷേത്രം കാണും കേട്ടോ. എന്നാലും വേണ്ടില്ല, ഈ മലയുടെ മുകളിൽ കൂടെയൊക്കെ കനാൽ വഴി വെള്ളമുണ്ട് കേട്ടോ. 12 മാസവും വെള്ളമുള്ളൊരു കാനയാണ് ഇതില്ല. നിങ്ങൾ ഒട്ടനവധി ഉണ്ട് കാനകൾ കേട്ടോ. ഈ കാനകൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കൊണ്ടിരുന്നതാണ് കേട്ടോ. ഉണ്ടോ, ഇവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്ത് ഐതിഹ്യമാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഇവിടെ ഒരു കല്ലുണ്ട്. അപ്പോൾ അടുത്തേക്ക് നമ്മൾ പോകുന്നില്ല, എന്തെങ്കിലും തമിഴ് ദൈവമായിട്ട് വല്ലതൊക്കെ ആയിരിക്കും. ഇതുണ്ടോ ക്ഷേത്രം. ഇവിടെ ഇന്നൊരു മരമാണ് കേട്ടോ. അത് മരം പക്ഷെ അത് പെടന്നു പോയി. പക്ഷെ അതിൻ്റെ ഒരു സൗന്ദര്യം, ഈ ഉണങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു സൗന്ദര്യം ഇങ്ങനെയാണെങ്കിൽ ഇത് പച്ചയായിട്ട് നിന്നപ്പോൾ സൗന്ദര്യം എന്തായിരുന്നു. ഇതാണ് കേട്ടോ കറുപ്പസ്വാമി കോവിലാണ്. അപ്പം ഇതിനകത്തൊക്കെ ഉണ്ടോ, നമ്മളങ്ങോട്ട് അധികം പോകുന്നില്ല കേട്ടോ. ഒരുപാട് ഇതാണ് കേട്ടോ, നമ്മൾ അതോട്ടൊന്നും പോകുന്നില്ല. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ അമ്പലത്തിൻ്റെയൊക്കെ ഒരു അകത്തൊരു കാഴ്ച. നമുക്ക് ഇച്ചിരി മുന്നോട്ട് പോയി നോക്കാം. ഉണ്ടോ, ഇതാണ് കേട്ടോ ഇവിടുത്തെ വെള്ളം. എന്നാ ശുദ്ധ ജലം എന്ന് നോക്കിയാൽ ഒരു വേസ്റ്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെയില്ല കേട്ടോ. നമുക്ക് ഇവിടെ അങ്ങനെ ശകലം പോയി നോക്കാം. അതെ, ആട്ടുമാമയെ കിടപ്പുണ്ട് കേട്ടോ. ആട്ടാ മോനെ, ഇതുണ്ടോ ഒരു വെള്ളച്ചാട്ടം. അങ്ങ് ദൂരെ ഇങ്ങനെ വെള്ളം അത് പോകുന്ന ഇവരുടെ കൃഷിയിടങ്ങളിട്ടാണ് കേട്ടോ. നമുക്ക് ഇതിലേക്ക് അങ്ങ് പോയി നോക്കാം. ആട്ടുമാമയെ കിടക്കുന്നുണ്ട്. സെറ്റല്ലേ. നമുക്ക് കാന്തല്ലൂർ വട്ടവള ഈ ഭാഗത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മൂന്നാറ് കാന്തല്ലൂർ വട്ടവള ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലങ്ങളിലേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടോ 2 കാളക്കുറ്റന്മാർ കിടക്കുന്നുണ്ടോ, കിടക്കുവാണ്. അപ്പോൾ അത് തന്നെ കൊണ്ടോ, അതുകൊണ്ടൊരു കാഴ്ച ഉണ്ടോ, അടിപൊളി. അപ്പോൾ ഇതിങ്ങനെ അക്കരെ കാണുന്ന എല്ലാം കൃഷിയിടങ്ങളാണ് കേട്ടോ. പക്ഷെ നമുക്ക് എവിടെ ചെന്നാലും കാണാം കേട്ടോ മേഘസ്ഫോടനം. അത് നമ്മുടെ ഒരു സ്ഥിരം പല്ലവിയെ മാറിക്കാണ് മേഘസ്ഫോടനം.
കേട്ടോ. അങ്ങ് ദൂരെ കാണുന്നുണ്ടോ സൂര്യകാന്തി നല്ല പൂത്ത് നിൽക്കുക കേട്ടോ. അടിപൊളി. ഈ അടിപൊളി ഡേലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മാസ്റ്റർ പീസായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിലങ്ങനെ കുറച്ചങ്ങ് പോയി നോക്കാം. ഇതൊക്കെ കൃഷിയിടങ്ങളാണ് കേട്ടോ. ഇതൊക്കെ എന്താണെന്നറിയില്ല, കൃഷി ചെയ്യാൻ നിർത്തിയെന്നറിയില്ല. പിന്നെ ഈ കൃഷിയിടങ്ങൾ ഇങ്ങനെ കിടക്കാറുള്ളതല്ല. അപ്പം അങ്ങനെ നമുക്കൊന്ന് പോയി നോക്കാം. ഉണ്ടോ ഇവിടെ ഹട്ടായിട്ടാണ് കേട്ടോ. അതുണ്ടോ ഇതെല്ലാം കൃഷിയിടങ്ങൾ. എന്താണെന്നറിയില്ല, ഇവിടെ കൃഷി ഇറക്കിയിട്ടില്ല. താഴെ ഒരു ക്രിക്കറ്റ് കോർട്ടൊക്കെ കാണുന്നുണ്ട്. ഉണ്ടോ അവിടെ ഒരു ബോളിൽ കോർട്ടുണ്ട്. ഇതുണ്ടോ താഴെ കണ്ടോ ഒരു ക്രിക്കറ്റ് കോർട്ടും ഉണ്ട്, ഒരു ബോളിൽ കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് പോയി നോക്കാം എന്താണ് ഇവിടുത്തെ കാഴ്ചകളും. ഇതൊക്കെ ഉണ്ടോ ധാരാളം ഉണ്ട് കേട്ടോ. ഇവിടെ ഈ കമ്പ് ഇങ്ങനെ കീറി വെച്ചിരിക്കുന്നത്. ഓഹോ ഇത് ഏതോ ഒരു പമ്പ് ഹൗസ് തന്നെ കേട്ടോ. ഉണ്ടോ അവിടുന്ന് വെള്ളം ഉണ്ടോ, ആ മല കണ്ടോ, അവിടുന്ന് വെള്ളം കൊണ്ടുവന്ന് ടാങ്കിനകത്ത് ശേഖരിച്ചിട്ടാണ് ഈ വെള്ളം ഇതിലെ കുറച്ച് അവർ ഇങ്ങനെ ഇതിലെ വിടുന്നത് കേട്ടോ, ഈ കനാൽ വഴി. അത് വേറൊന്നുമില്ല, ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കും വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉള്ളതാണ് കേട്ടോ. ജീവിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടില്ല, കഴിഞ്ഞ വീഡിയോ കണ്ടില്ല, അവിടുത്തെ വീടുകളും കാര്യങ്ങളെല്ലാം മുട്ടി ആർക്കും ഒരു പരാതിയില്ല, ഒന്നുമില്ല. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ വീടൊക്കെ പണിയുമ്പോഴാണെങ്കിൽ ഒന്നേ മുട്ടിയിട്ടുണ്ടെങ്കിൽ പരാതിയാണ് കേട്ടോ. അടിപൊളിയല്ലേ? ഇതാണ് നമ്മുടെ ഇവിടത്തെയൊക്കെ ഗ്രാമക്കാഴ്ച കേട്ടോ. നമുക്ക് ഗ്രാമക്കാഴ്ച ഇനി കാണാനുണ്ട്. ഉണ്ടോ അപ്പോൾ ഇവിടെ എല്ലാം ഒരു പാറയാണ് കേട്ടോ. പാറയോട്ട് നമ്മൾ കയറുന്നില്ല, നമുക്ക് കയറണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഉണ്ടോ ഇവിടുത്തെ ഗ്രാമക്കാഴ്ചകൾ അടിപൊളി. അത് ഞാൻ കഴിയുന്നത് ഞാൻ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ ഒരു മാസ്റ്റർ പീസായി മാറി, ബ്ലഡിൽ കയറിയെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ കാണുന്ന എനിക്ക് തോന്നുന്നത് ബീൻസും സൂര്യകാന്തിയാണെന്ന് തോന്നുന്നു കേട്ടോ. ബാക്കി കൃഷികളൊക്കെ നട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ കൃഷി ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ടാങ്കിൽ കയറി നാട്ടിൽ നോക്കാം. അടിപൊളി. ഇതല്ലേ ഇവിടെ നല്ല കാണുന്ന ഗ്രാമക്കാഴ്ചകൾ. ഇങ്ങനെ കീറി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് ഞാൻ അടിപ്പിലോട്ടങ്ങ് വെച്ച് കഴിഞ്ഞാണല്ലോ ചട്ടപ്പെട്ടാന്നങ്ങ് കത്തും. എന്താ അല്ലേ ഈ വീടിൻ്റെ ഹൈലൈറ്റ് അല്ലേ? സൂപ്പറാണ് കേട്ടോ. ആ ഒരു കുഞ്ഞു വീടിൻ്റെ മുറ്റത്ത് തീരെ മരം നിൽക്കുന്ന നോക്കി, എന്നാ രസമാണ്. നമുക്ക് ഇവിടുന്ന് താഴോട്ട് പോകാം കേട്ടോ. ഇവിടെ ഒരു അമ്പലത്തിൻ്റെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വിവിധ രാഷ്ട്രീയക്കാരുടെ കൊടിമരങ്ങൾ കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. ഒരു ടോയ്ലറ്റ്, പബ്ലിക് ടോയ്ലറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുണ്ട്, ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇതൊരു ക്ഷേത്രമാണ്. അപ്പം ഇതുണ്ടോ ഒരു കുതിരയാണ്. മരത്തോട്ട് നമ്മൾ ചെല്ലുന്നില്ല. ഇതുണ്ടോ കുഞ്ഞൊരു വീട്, അതിന് മുന്നിൽ നിൽക്കുന്നുണ്ട് ഒരു ചെറിയൊരു മരം കണ്ടോ. ഇവിടെ ഒരു പാഴ് വസ്തു പോലും ഇവർ കളയില്ല കേട്ടോ. അത് കാണുന്ന കാഴ്ച കണ്ടോ. ഒക്കെ അമ്പലമാണ് കേട്ടോ. അതൊരു ഗണപതി ക്ഷേത്രമാണ് കേട്ടോ. ഇതിലേക്ക് താഴോട്ടങ്ങ് പോകാൻ കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ാണ് ഇപ്പോൾ വന്നത്. പക്ഷേ ദുർഘടമായിട്ടുള്ള ഒരു വഴിയായിരുന്നു കേട്ടോ. നല്ല ഇറക്കമായിരുന്നു. അത് തന്നെയല്ല, ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് വേറൊരു ചെറിയ ഒരു കാഴ്ച ഇവിടെ കാണാം. നമ്മുടെ പ്രശസ്തമായ മലയാള സിനിമയിലെ ജോജി ജോർജ് അഭിനയിച്ച സിനിമ ഏതാണ്? നായാട്ട് എന്ന സിനിമയുടെ ലൊക്കേഷൻ അവിടെയായിരുന്നു കേട്ടോ. ആ ഭാഗത്തായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഉള്ളവർ പറഞ്ഞാണ്. അപ്പം അത് തന്നെയല്ലുണ്ട്. ഇവിടെ രണ്ട് ചക്കന്മാർ നിൽക്കുന്നുണ്ടോ. ഇവിടെ കാലയിലെല്ലാം കൂച്ചുവലം കിട്ടിയിരിക്കണം കേട്ടോ. ഓടിപ്പാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ ഇതിലായിരുന്നു കറങ്ങി കിടന്നാലും. കൂടുതൽ അങ്ങ് താഴെയുണ്ട്. അതുതന്നെയല്ല, ഇതൊരു ക്ഷേത്രമാണ് കേട്ടോ.
തമ്പി തന്നെ കോവിൽ തമ്പി ഇത് എന്താ കോവിൽ എന്നാ കോവിലേക്ക് പേര് അമ്മൻ കോവിൽ. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ധാരാളം ക്ഷേത്രമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ച ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിലുണ്ടോ ആ ഒരു ഗ്രാമം അങ്ങോട്ട് നോക്കിക്കേ, എന്താല്ലേ ഒരു കുഞ്ഞ് ക്ഷേത്രം, അതുപോലെ ചെറിയ ചെറിയ വീടുകൾ. അപ്പം അങ്ങ് വിദൂര കാഴ്ചകളിൽ കാണുന്ന മൊത്തം കാറ്റാടി പൈമരങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോകേണ്ടതില്ല. ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച ഒന്ന് വേറെ ലെവലാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. എന്നാലും തനി നാടൻ ഗ്രാമ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇപ്പോഴും ഇതുപോലുള്ള അരുവികളും ഇതുപോലുള്ള റോഡുകളും പിന്നെ ഇങ്ങനെയുള്ള വഴികളൊക്കെ ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ടൗൺ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കിടയൊക്കെ വന്നൊന്ന് കാണണം. അതുകൊണ്ടോ ഞാൻ പറഞ്ഞില്ലേ, പറയുന്ന കള്ളത്തരമല്ല, ഇങ്ങനെയുള്ള കമ്പുകൾ കൊണ്ടുവന്നിട്ട് കമ്പുകൾ അടുക്കി വെച്ച് ഇതുണ്ടോ അടുക്കി കുത്തിക്കെട്ടി കോർത്തിട്ടാണ് ചെളി വാരി തൂക്കുന്നത്. കാരണം നല്ല സുഖമാണ് കിടക്കുന്നത് പറഞ്ഞാൽ അതിനകത്ത് പറഞ്ഞാൽ. അപ്പോൾ അതൊരു ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്. പുഴയല്ല, കൈത്തോട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഞാൻ നല്ല വൈബാണ് ഇവിടുന്ന് കാണാൻ കേട്ടോ. ഈ ഒരു ഗ്രാമത്തിൻ്റെയൊക്കെ ഒരു കാഴ്ചകൾ ഉണ്ടോ. ഈ വീടിൻ്റെ ഭാഗമുണ്ടോ മൊത്തം കമ്പാണ് കേട്ടോ. കമ്പ ചെടി കയറ്റി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ആ കാഴ്ച നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു അതിശയമാണ് ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു പെരയൊക്കെ ഉണ്ടോ എന്നുള്ളത്. ആ കാണുന്ന കൃഷിയിടങ്ങളെല്ലാം ബീൻസാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ക്യാരറ്റിൻ്റെ കാഴ്ചകളും കാണുന്നു. ഇവിടെ നമുക്ക് ബീൻസും മറ്റേ സോജ ബീൻസുമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് കേട്ടോ. ആ കാണുന്ന എല്ലാം ബീൻസ് പഴുത്ത് നിൽക്കുന്നതാണ്. പിന്നെ കുറച്ചൊക്കെ ഇടയ്ക്ക് സൂര്യാന്തികളുണ്ട് കേട്ടോ. എനിക്കന്ന് ഓരോ പ്രദേശത്തിലായിട്ടുള്ള ഭാഗത്തുള്ള ആ രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ കൂടുതൽ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഇച്ചിരി മുന്നോട്ട് പോകാം കേട്ടോ. അങ്ങോട്ട് നമുക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ തമിഴ് വംശകരായിട്ട് ആൾക്കാരായതുകൊണ്ട് നമുക്ക് തമിഴറിയാം. എന്നാലും നമുക്ക് അങ്ങോട്ടൊക്കെ നമുക്കൊന്ന് പോകാൻ പറ്റത്തുള്ളൂ. അതൊക്കെ അവരുടെ സ്വകാര്യ ഓരോ സ്ഥലങ്ങളാണ്. അക്കാട് നമുക്കൊന്ന് ചോദിക്കാവേ. അക്ക ഈ വഴി അങ്ങോട്ടുള്ള വഴിയാക്ക ഇത്? ഈ വഴി ഇതങ്ങോട്ടുള്ള വഴി അത് അവിടെ വരയ്ക്ക് പോകും. അവിടെ ഗ്രാമം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഗ്രാമം ഉണ്ടാമാന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ദാസപ്പനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പട്ടക്കുതിര. നമ്മൾ പട്ടക്കുതിര എന്ന് പറയത്തില്ലേ, ഇത് കുതിരവംശത്തിൽപ്പെട്ട ഇതാണ് കേട്ടോ. ശരിക്കുള്ള കുതിരയല്ല, അത് വേറെ കാര്യം. ഓ, ഇതാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രം. ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ വേറൊരു കാഴ്ചയുണ്ട് കേട്ടോ, വാഴ. അതിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചേ ഉള്ളൂ. കാരണം മറ്റുള്ള കൃഷികളെല്ലാം ഇവിടെ നിന്ന് കണ്ടു, പക്ഷെ വാഴ മാത്രം. അപ്പം ഇതൊരു സ്ട്രോബെറി ഫാമാണ് കേട്ടോ. ആയിട്ടില്ല. അതെ, അവിടെയുണ്ടൊരു ക്ഷേത്രം. അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെ കുറേ മുന്നോട്ട് പോയി നോക്കാം കേട്ടോ. എടാ മാറ പട്ടിക്കുട്ട വരേണ്ടതാ. നമുക്ക് കുറേ തട്ടാമ്പാറയുടെ മുന്നിൽ പോകുന്നത് കേട്ടോ. അടിപൊളി കാഴ്ച എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അപ്പം നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടൊന്ന് പോയി നോക്കുന്നത്. പറ്റല്ലേ? അടിപൊളി. ഇതിലെങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ഇവിടുത്തെ ഗ്രാമക്കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, ആദ്യമായിട്ടല്ല വരുന്നേ. അപ്പം പക്ഷെ ഇവിടുത്തെയൊക്കെ വഴിക്കത് പച്ചയാ കണ്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പട്ടികളാണ് കേട്ടോ. ഒരു വീട്ടിൽ 4 അടിപൊളിയല്ലേ, നല്ല വ്യൂ ആണ്. ഒരു വീട്, നല്ല ഉണങ്ങിയ മരം. അമ്മച്ചി ഇതിലെ വന്നു കേട്ടോ. ഇവിടെയും പട്ടികളാണ് കേട്ടോ. അവനൊന്ന് പേടിപ്പിച്ച, പക്ഷെ അവനൊന്ന് പേടിപ്പിച്ച കേട്ടോ. അടിപൊളി അനങ്ങല്ല കേട്ടോ. സെറ്റല്ലേ? ഇതിലും കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ വിദൂര കാഴ്ചകളായിട്ട് കണ്ടോ. മുക്കാൽ പൈമരങ്ങളാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അത് നമ്മുടെ ഈ മൂന്നാറും വട്ടവളയും കാന്തല്ലൂരും എല്ലാം നമ്മുടെ ഇതാ കേട്ടോ. ഈ ജുക്കാലിമാരെ ഏറ്റവും കൂടുതൽ. ഇവിടെ ഒരു ഓട്ടോ ഒക്കെ കഴിയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവിടെയൊക്കെ വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ല കേട്ടോ. നല്ല പ്ലേസാണ്.
അതൊരു വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളങ്ങനെ വന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഇങ്ങേ അറ്റമെത്തി കേട്ടോ. അതുകൊണ്ടോ കുറേ കുഞ്ഞു കുഞ്ഞു ഹട്ടുകളായിട്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ. നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. ഇവിടുന്ന് കാണുന്ന ഈ കൃഷിയിടങ്ങളുണ്ടോ, ഈ കൃഷിയിടങ്ങൾ കുറച്ച് കൃഷിയിടങ്ങളും പിന്നെയുള്ള മൊത്തം റിസോർട്ടുകളാണ് കേട്ടോ. റിസോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേകളും ഹട്ടുകളുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ റൂം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ ഇവിടുന്ന് കാണുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, ഓപ്പൺ വൈബ്. അതായത് കൃഷിയിടങ്ങളിലോട്ട് നോക്കി ഇരുന്ന് രാവിലെ എഴുന്നേക്കുന്ന ഒരു ഓപ്പൺ വൈബ്, അടിപൊളി ഗംഭീരം കേട്ടോ. പക്ഷെ അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ ആൾക്കാർ. പക്ഷെ ഇപ്പോൾ ഈ വെയിലായിട്ട് എനിക്ക് തോന്നുന്നു ഞാനും ദാസപ്പനും പിന്നെ നമ്മുടെ വിനോദിക്കും മാത്രമേ ഈ വെയിൽ കൊണ്ട് ഇങ്ങനെ വീഡിയോ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഇങ്ങോട്ടൊക്കെ ഉണ്ടോ നല്ലൊരു സ്പേസാണ്, നമുക്ക് ഇതിലൊന്ന് ഇറങ്ങാൻ പറ്റും നോക്കട്ടെ. പക്ഷേ ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കൃഷി ചെയ്തിട്ടില്ല, അവിടെ കുറേ ഉണ്ടോ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ടൊന്ന് പോകാൻ പറ്റും നോക്കട്ടെ. അപ്പോൾ ഇവിടുന്ന് ശകലം കൂടെ നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം, കാഴ്ചകൾ അങ്ങ് എന്തെല്ലാം കിട്ടും നമുക്ക് നോക്കാം. ഇതൊക്കെ വണ്ടികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ടൂറിസ്റ്റ് പ്ലേസ് ആണ്, എല്ലാ ഹട്ടുകെട്ടായിട്ട് ഇങ്ങനെ സ്റ്റേ ആണ് ആൾക്കാർ. ഇവിടെങ്ങളൊന്നും ഒരു ഭക്ഷണം പോലും തിന്നാൻ കിട്ടാത്ത പൈസ കേട്ടോ. ഇങ്ങോട്ടൊക്കെ വരുന്നവർ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വേണം വരാൻ കേട്ടോ. അപ്പോൾ താഴെ കുറേ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള കുറേ ഹട്ടായിട്ടുള്ളവർ ഇതുണ്ട്, നമുക്ക് കയറാൻ പറ്റും, നമുക്കൊന്ന് നോക്കാം കേട്ടോ. പക്ഷേ ഇങ്ങോട്ടൊക്കെ ടാറിങ് കഴിഞ്ഞു, കോൺക്രീറ്റ് ആണ് കേട്ടോ. അപ്പം നമുക്കിത് അറിയാം ഇവിടുത്തെ നമ്മളപ്പം കോൺക്രീറ്റ് തീർന്നം വരെ പോവുകയാണ്. ഇവിടുത്തെ ഉള്ള കാര്യം എന്താ നമുക്കറിയില്ല. ഉണ്ടോ വണ്ടിയൊക്കെ വിട്ടിരിക്കുകയാണ്. പക്ഷേ ശരിയാണ്, ടൂറിസ്റ്റ് പ്ലേസ് ആണ്. മോഡ കാണിക്കാതിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഇതുണ്ടോ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ മാതിരിയാണ് ഇവിടെ, ക്രിസ്റ്റൽ പോലെ അടിയൊക്കെ നന്നായിട്ട് കാണാം കേട്ടോ. അത് തന്നെയല്ല ഈ വെള്ളം വരുന്ന അങ്ങ് മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ 12 മാസവും ഇവിടെ വെള്ളം ഉണ്ടെന്നാണ് കൃഷി ആവശ്യങ്ങൾക്ക്. കാരണം എന്ന് വെച്ചാൽ കൃഷി ആവശ്യത്തിന് ഇവിടെ വെള്ളമില്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ കൃഷി നിലച്ച് പോലെ. അപ്പം നമുക്ക് ഊഹിക്കാവുന്ന കേസല്ലോ കേട്ടോ. കണ്ടോ അവയിലാണ് വെള്ളം ഒഴുകി വരുന്നത്. അണ്ടൊക്കെ ഓസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നമുക്കൊന്ന് കറങ്ങി നമുക്ക് റിസോർട്ടിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. അതിൽ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു ഹോം സ്റ്റേ ഹട്ട് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഈ ഹട്ട് ഇവിടെ ധാരാളം ഗസ്റ്റുകളുണ്ട്. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ. ഇവിടെ ചേട്ടൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്, അധികം ഒച്ച വെക്കുന്നില്ല. ചെറിയൊരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് മാറുവാണ്. അപ്പോൾ ഇതുണ്ടോ ഉണ്ടോ ഇവിടുത്തേക്ക് ലാസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ ലാസ്റ്റ് വില്ലേജാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല കേട്ടോ. ഇങ്ങനെയുള്ള കോട്ടേജുകളൊക്കെ കാണുന്ന സെറ്റപ്പാണ് കേട്ടോ. ഉണ്ടോ ഉണ്ടോ ഇതൊക്കെ നല്ല രീതിയിലാണ്. അതെനിക്ക് ഓഫീസ് അല്ല, ഹോം സ്റ്റേ തന്നെയാണ് കേട്ടോ. ചെറിയ ചെറിയ വർക്കുകളൊക്കെ നടക്കണം കേട്ടോ. നമുക്ക് ഇതിൽ നമുക്കൊന്ന് കുറച്ചങ്ങ് പോയി നോക്കാം. അപ്പം അങ്ങ് അറ്റത്തൊരു നമ്മളൊരു ഹട്ട് കണ്ടു. അപ്പോൾ അതിലല്ല ഈ ഗ്രാമത്തിലെ ലാസ്റ്റ് ഇതാണ് കേട്ടോ, കൃഷിയിടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാം കേട്ടോ. ഇതിലേക്ക് ഓഫ് റോഡ് മാതിരിയാണ് വഴി കിടക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു വൈബ്. ഇങ്ങനെയുള്ളിടത്തേക്ക് യാത്ര ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. പുതിയതായിട്ടൊരു ഓപ്പൺ ചെയ്യാൻ പോകുന്നൊരു മഡ് ഹൗസാണ്. അപ്പോൾ ഇവിടെ സാധാരണ ഒരു ഇതുണ്ട്, ഒരു ടെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പ്ലാസ്റ്റിക്കും കൊണ്ടുള്ളൊരു ടെൻറ്റാണ്. ഇതല്ല ഇവിടെ ഒരു മഡ് ഹൗസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ളിൽ നമുക്കൊന്ന് കയറി നോക്കാം. ഹൗസിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് വരുന്നുള്ളൂ കേട്ടോ. ഇതിനകത്തുണ്ടോ ഇതിനകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ ഉണ്ടോ മൊത്തം മെഴുകി, നമ്മൾ കണ്ടില്ലേ കമ്പ്, ആ കമ്പ് വെച്ചടിച്ച് മെഴുകി പച്ച മണ്ണ് കുഴച്ചടിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതാ കമ്പ് എന്നാ തണുപ്പാന്ന് പറയും ഇതിനകത്ത്. സെറ്റല്ലേ, അടിപൊളി, സൂപ്പർ. അപ്പോൾ അതിലൊരു വണ്ടി പോകുന്നുണ്ട്. അതിൽ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ, അവിടെ എന്താ കാഴ്ച ഉള്ളതെന്നുള്ളത്. താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടുവന്നപ്പം ഇവിടെ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ഹട്ട് സ്റ്റേ ഉണ്ട് കേട്ടോ, ഹട്ട് സ്റ്റേ. അപ്പോൾ ഈ സ്റ്റേയുടെ കാഴ്ചയും ഇതിൻ്റെ മുറ്റമൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത് കേട്ടോ. ഉണ്ടോ, തനി നാടൻ
നാച്ചുറൽ രീതിയിലുള്ള തടിയാണ് കേട്ടോ. ഈ തടിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് താടും കൂടെ നമുക്ക് ഇറങ്ങി നോക്കാം കേട്ടോ. ഉണ്ടോ, ഇതൊക്കെ മൊത്തം പുല്ലാണ്. ഉണ്ടോ, ഇതിനകത്തൊക്കെ സെറ്റല്ലേ കാണാനായിട്ട്. നമ്മളെ അങ്ങോട്ട് ഒരാൾ വിളിച്ചു, പല്ലാനോ അടിക്കൂടെ തരാനാകത്ത്, നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വരാം. ഉണ്ട്, ഇതൊക്കെ ഗ്രീൻ പീസ് കൃഷിയിടാണ് കേട്ടോ. ഇവിടുത്തൊക്കെ പൂവുണ്ടോ, സെറ്റല്ലേ. ഇതാണ് കേട്ടോ നീലക്കുറിഞ്ഞി നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇത് നീലക്കുറിഞ്ഞി അല്ല കേട്ടോ. നീലക്കുറിഞ്ഞി എന്നാലും ഇത്രയും പടരുകയല്ല. അവിടെ നമ്മൾ താഴെ നമ്മൾ പറഞ്ഞത് ഇതാണ് നീലക്കുറിഞ്ഞി പറഞ്ഞത്. അല്ല, നീലക്കുറിഞ്ഞി ചെടി തന്നെയാണ്, പക്ഷേ ആ പൂവല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് വരാതെ. ഇതാണ് കേട്ടോ ഗ്രീൻ പീസ്. ഗ്രീൻ പീസൊക്കെ വെള്ളം എടുക്കാറായി. വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ നിൽക്കുന്ന ബീൻസ് കേട്ടോ. അങ്ങ് വിദൂര കാഴ്ചകളുണ്ടോ റിസോർട്ടിൻ്റെ അല്ല കേട്ടോ, സോറി, അത് കൃഷിയിടങ്ങളാണ്. കൃഷിയിടങ്ങളിലുള്ള ഓരോ ഹോം സ്റ്റേകളാണ്. നമുക്ക് ഇങ്ങോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. തൊട്ടാവാടി പൂവാണ് കേട്ടോ. എങ്ങനെയാണ് ആ കാണുന്ന മൊത്തം കേട്ടോ ഗ്രീൻ പീസാണേ. പക്ഷേ ഇവിടുത്തെ ഓരോ പ്രദേശത്തിൻ്റെ തോന്നുന്നു കേട്ടോ ഈ ഗ്രീൻ പീസൊക്കെ ഇതിങ്ങനെ കിളിക്കുന്നത്. അപ്പം ഇവിടെ ഒരു വാച്ചിപ്പുര ഉണ്ടോ, വാച്ചറപുര. അപ്പോൾ ഇത് നമ്മൾ നിറങ്ങുവാണ് കേട്ടോ. ഉണ്ടോ ഇവിടെ നിന്ന് കാണുന്നത്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ അണ്ണൻ്റെ ഗസ്റ്റ് ഹൗസ് അല്ല, അണ്ണൻ്റെ എന്നാ പറയുക, വാച്ചറപുരയോ ഇതെന്നാ പറയുന്നത്? അല്ല, ഇതെന്നാ മൺവീടില്ല, അണ്ണൻ്റെ പേരെയാണത്, വാച്ചിങ്. അപ്പം ഇതാണ് കേട്ടോ അണ്ണൻ്റെ ഗ്രീൻ പീസ് പാടം. അണ്ണൻ്റെ പേരെന്നാണ്? ബോസ്. അണ്ണൻ്റെ കിടക്കാച്ചി പേരാ കേട്ടോ അണ്ണൻ്റെ പേര്, ബോസ്. അപ്പം അണ്ണനെയാണ് ഈ ഭൂമി മൊത്തം അല്ല, ഈ സ്ഥലം മൊത്തം. പണ്ടപ്പം ആ റിസോർട്ടിനൊക്കെ ഇത് കൊടുത്തിരിക്കുന്നതാണ്, ലീസിന് കൊടുത്തിരിക്കുന്നതാണ്. ഉണ്ടോ, മൊത്തം ഗ്രീൻ പീസാണ് കേട്ടോ. ഉണ്ടോ, ഗ്രീൻ പീസാണ് കേട്ടോ. നമ്മളിതൊന്നും പറിക്കുന്നില്ല. ഗ്രീൻ പീസൊക്കെ കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പോൾ ഗ്രീൻ പീസ് ഇരിക്കുന്നത്. ആ കാണുന്നത് മൊത്തം ബീൻസൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, നമുക്ക് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഗ്രീൻ പീസ് എങ്ങനെ ഇരിക്കുന്നുള്ളേ. സ്റ്റോറും പുരകളാണ്. ഇതാണ് നമ്മുടെ അണ്ണൻ്റെ പേരാണ് ബോസ് എന്ന് കേട്ടോ. അണ്ണൻ നമ്മോട് പറഞ്ഞു മൊത്തം ഇറങ്ങി നല്ല പിടിച്ചോന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പം ഈ ഗ്രാമത്തിലെ ലാസ്റ്റ് കൃഷിയിടമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇവിടെയുള്ള ആൾക്കാരെല്ലാം നല്ല സപ്പോർട്ടാണ് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ അവർ നമ്മൾ ഓട്ടിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ കേട്ടോ, എടുത്തോന്നാണ് പറഞ്ഞത്. ഉണ്ടോ, അപ്പം ഇതിങ്ങനെ കണ്ണത്താ ദൂരത്തുനിന്നല്ല, ഇവിടെ ഇങ്ങനെ കുറേ ഏരിയയിൽ ഇങ്ങനെ ഗ്രീൻ പീസാണ്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പക്ഷേ ഇതിനകത്ത് ചെരുപ്പിട്ട് ആരും കയറിയില്ല കേട്ടോ. അണ്ണൻ പോലും ചെരുപ്പിട്ടില്ല. അതാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ചോദിച്ചാൽ പറഞ്ഞ് ഷൂ ഊരണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മൾ ഊരിയില്ല. നമ്മൾ അങ്ങോട്ടൊന്ന് പോട്ടെ. ഇപ്പോൾ സമയം ഏകദേശം 3:30 അടുത്തായി കേട്ടോ. എന്നാലും നല്ല വെയിലും ചൂടുമാണ്. ആ പോകുന്നുണ്ടോ മഞ്ഞ് മേഘസ്ഫോടനം വാലാട്ടിങ്ങനെ പോകും. നമ്മൾ ഇച്ചിരി കൂടെ നല്ല കാഴ്ച കാണാൻ വേണ്ടി വിളിച്ച് മുന്നോട്ട് പോവുകയാണ്. ഉണ്ടോ, അണ്ണൻ്റെ കൃഷിയിടമാണ്. ഇതൊക്കെ പോക്കൊക്കെ വെച്ച ഡേഞ്ചറാണ് കേട്ടോ. രണ്ട് സൈഡ്. അപ്പോൾ അവിടെ ഇവിടെയുണ്ട് കേട്ടോ. അതുകൊണ്ടൊരു മരം നിൽക്കി നോക്കിയതല്ല, മഞ്ഞ ഇല. ഇതിലെങ്ങനെ പോകാം. ഉണ്ടോ, അങ്ങ് അക്കരൊക്കെ ഉണ്ടോ മഡ് ഹൗസുകൾ. അപ്പോൾ നമുക്കങ്ങനെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അതൊക്കെ അവിടെ ഗസ്റ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയായിരുന്നു. അപ്പം ഇവിടെ നിന്ന് കാണുന്നുണ്ടോ, സെറ്റല്ലേ, നല്ല വൈബല്ലേ. ഒത്തിരി കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഇവിടെ വന്നു കേട്ടോ. തനി നാടൻ ഗ്രാമക്കാഴ്ചകൾ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു ഹോം സ്റ്റേയുടെ അകത്താണ് നിൽക്കുന്നത് കേട്ടോ. എല്ലാം ഹട്ടായിട്ട് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നു കേട്ടോ. എന്നാൽ കാണാൻ സെറ്റപ്പാണ് കേട്ടോ, നല്ല വൈബാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. സ്റ്റേയിലോട്ട് വരുന്നൊരു വഴിയുണ്ടോ, എന്നെ അടിപൊളിയാന്ന് നോക്കി.
സാരിയെ കൂടുതൽ സെറ്റപ്പാക്കിയാണ് വെച്ചിരുന്നത് കേട്ടോ. ഇതിനകത്ത് നമുക്കൊന്ന് കയറി നോക്കാം. എല്ലാം കൃഷിയിടങ്ങളാണ് കേട്ടോ. ആ കാണുന്നെല്ലാം ബീൻസ് സെറ്റല്ലേ. നമ്മൾ ഇതിൽ നമ്മളൊന്ന് പോവുകയാണ്, അതിനകത്ത് കയറാവേ. നമുക്കിനി ഇച്ചിരിയൊക്കെ മുന്നോട്ട് കയറി നോക്കാം. അയ്യോ സെറ്റല്ലേ, എന്താ വൈബല്ലേ ഗ്രാമക്കാഴ്ചകൾ. ഒരു കാവാണ് കേട്ടോ. ഇവിടെ ശൂലവും മണിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് ക്ഷേത്രമാണ് അതിൽ എന്ത് വിഗ്രഹമാണെന്ന് നമുക്കറിയില്ല. ഉണ്ടോ, ഞാനെല്ലാം ഇതിൽ നമ്മൾ കയറി നോക്കി. എൻ്റെ പൊന്നെ ഉണ്ടോ, ബീൻസ് പയറിന് വേണ്ടിയിട്ടേ കുത്തിക്കുന്ന കമ്പനി ഇടപെടി നോക്കുന്ന ഒരു കാഴ്ച നോക്കി. സെറ്റല്ലേ, അവിടെ ഒരു ഹോം സ്റ്റേ ഹട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് കയറാൻ പറ്റും നോക്കട്ടെ. ഇതിൽ നോക്കുന്നത് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ് കേട്ടോ. ഇത് മറ്റേ ആ മൊത്തം കമ്പാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഉണ്ടോ, മേളിൽ നമ്മൾ കണ്ടില്ലേ മറ്റേ യൂക്കാലി തടി കൊണ്ട്, അതുകൊണ്ട് 2 നില വീട് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. മൊത്തം കല്ലും ചെളിയാണ് കേട്ടോ, യൂക്കാലിയുടെ കമ്പുകളും. ഇവിടുന്ന് കാണുന്ന കാഴ്ച ഉണ്ടോ, എൻ്റെ പൊന്നോ, സഹിക്കാൻ പറ്റത്തില്ല. ഇതിലെ വന്ന വഴിക്ക് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു കേട്ടോ നമ്മൾ. അപ്പം ഇതേ അവനെയല്ല, ഇത് ഇവിടെ ഒരു ചേട്ടനെ. ഈ ചേട്ടൻ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ആ വർക്കിനെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ നല്ല നല്ല വില്ലയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ, നല്ല നല്ല സിമെൻറ്റിട്ട ബിൽഡിംഗ് കിടന്ന് ഉറങ്ങുമ്പോൾ ഇവിടെയുള്ള വിനോദസഞ്ചാരികളും വിദേശ സഞ്ചാരികൾക്കും കിടന്നുറങ്ങാൻ വേണ്ടി ഒരു ഹട്ട് പണിയുന്നുണ്ട്. അപ്പോൾ ആ ഹട്ടിൻ്റെ സവിശേഷതയാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ചേട്ടനെയാണ് ആദ്യം. ചേട്ടൻ്റെ പേരെന്താണ്? ഉദയകുമാർ. അപ്പം ഉദയകുമാർ എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. അപ്പം ഈ ചേട്ടൻ നമ്മളിപ്പം കയറി നമ്മൾ പണിന്ന് കണ്ടു. ഇപ്പോൾ ചേട്ടൻ്റെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഈ ചെളി കുഴക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് വണ്ടി ചവിട്ടി നിർത്തി നോക്കിയപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ഈ ചേട്ടൻ ചെയ്ത വർക്കാണത്. ഇതുണ്ടോ, ഇത് ഒരു ഹെഡാണ്. ഹെഡ് എന്ന് വെച്ചിട്ടുണ്ടോ, സാധാരണ മുളയ്ക്ക് പകരം നമുക്ക് ഇതാണ് കാറ്റാടി മരത്തിലാണ്, ജൂക്കാലി മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളിൽ കല്ല് നിറച്ചിരിക്കുകയാണ്. ഈ കല്ല് നിറച്ചിട്ട് ചെളി കൊണ്ട് പാക്ക് ചെയ്ത് ഇതിനകത്ത് ഹോം സ്റ്റേ പോലെ സെറ്റപ്പ് ചെയ്യണം. കാരണം ഇതിനകത്ത് തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ഈ കല്ല് പൊട്ടിച്ച് കല്ല് ഫില്ല് ചെയ്താണ്, എന്നിട്ട് ചെളി കൊണ്ട് പാക്കിപ്പ് ചെയ്യും. കണ്ടോ, അപ്പം ഈ ചേട്ടൻ ഇതുണ്ടോ, ഇതുപോലത്തെ കല്ല് പറക്കി മാറും, ഇതുപോലെ കുഴയ്ക്കുവാണ്. വെള്ളത്തിന് ചേട്ടാ സാധാ ചെളിയല്ലേ ഇത്? ചെളിയാകും. അതായത് ഇഷ്ടികയ്ക്ക് വേണമെന്ന് പറഞ്ഞ സൈസ് സാധാ ചെളിയല്ലേ, ചെളി. അപ്പം ഇത് എത്ര രൂപയായിട്ടാ നമുക്ക് ഇപ്പോൾ ഒരു മണിക്കൂറിനാണോ അതോ ഒരു ദിവസമാണോ? ഒരു ദിവസമാണ്. ഒരു ദിവസം എത്ര രൂപയാണ് വരുന്നത്? 500 രൂപ. അപ്പോൾ ഫുഡ് ഉണ്ടോ അതോ? വാങ്ങിച്ചു കൊടുക്കും. അപ്പം ഒരു ദിവസത്തേക്ക് നമുക്ക് 500 രൂപയാണ് ഇവിടുത്തെ ഈ ഹോം സ്റ്റേയുടെ ഫുഡ് അവർ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു റൂം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമുക്ക് കാര്യം പറഞ്ഞാൽ ഇപ്പോൾ കണ്ടപ്പോഴാണ് നമ്മളിത് നോക്കുന്നത്. ഉണ്ടോ, അടിപൊളിയാണ്. ഇതിനകത്തെല്ലാം തനി മണ്ണാണ് കേട്ടോ. പിന്നെ അത് കയറിയപ്പം എൻ്റെ പൊന്നെ, ഇതിനകത്ത് തണുപ്പ് എന്ന് പറയാനുണ്ടല്ലോ, സെറ്റാണ് കേട്ടോ. അടിപൊളി തണുപ്പാണ്. ഉള്ള കാര്യം പറയാം, നമ്മൾ വേറെ ഒന്നും വിചാരിക്കില്ല, നല്ല തണുപ്പാണ്. കാരണം ഇതിൻ്റെ മേളിലെല്ലാം സെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബെഡ്. ഇതെല്ലാം ആ ഒരു യൂക്കാലി പൈമരത്തിൻ്റെ തൂണുകളാണ്. പിന്നെ അതെല്ലാം സാധാരണ മണ്ണാണ് കേട്ടോ.
ഇവിടം കൊണ്ട് ഇവിടുത്തെ വഴി തീരുവാണ്. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ഫോറസ്റ്റിൻ്റെ കേട്ടോ, തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും കൂടെ ചെറിയൊരു അതിർത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴി വരുന്നവർ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ഒരു കട പോലും ഇല്ല, ഒരു പച്ചവെള്ളം പോലും കിട്ടത്തില്ല. ഓടയെന്ന് വെള്ളം കോരി മുഖം കഴുകുക, അല്ലെങ്കിൽ കാലും കൈയും കഴുകുക, ഒരു സാധനമില്ല. അപ്പം കാന്തല്ലൂർ വട്ടവള വന്നിട്ട് കഴിച്ചിട്ടേ പോരാവുള്ളൂ. ഉണ്ടോ, ഇത് ഇങ്ങോട്ടൊന്നും ടാറിങ് അല്ല, മൊത്തം കോൺക്രീറ്റ് ആണ് കേട്ടോ. അതൊക്കെ സ്വകാര്യ വ്യക്തിയുടെ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കണം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം കോവിലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇവിടുത്തെ കുറേ കൃഷികൾ കാഴ്ചയായിരുന്നു ഈ വീഡിയോയിലൂടെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പരുവായി, വെയിൽ കൊണ്ട് പരുവായി. രാവിലെ വന്നപ്പം മൂന്നാറിലേക്ക് നടപ്പായതുകൊണ്ട് അകത്ത് 3 ടീഷർട്ട് ആയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ കാണിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് തലേന്ന് ഹെൽമെറ്റ് വരാത്തത്. കാരണം നല്ലൊരു ക്ഷീണിതനായി കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ?